അടുത്തത് ഇനി ചാതുർവർണ്ണയത്തിലെ മൂന്നാമത്തെ റോള് എന്ന് പറയുന്നത് വൈശ്യം എന്നാണ് പറയുക. വൈശ്യം എന്ന് പറയാറുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇതിനെ വൈശ്യം എന്നാണ് പറയേണ്ടത്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാൻ എൻ്റെ ഇതിനു മുമ്പുള്ള 2 വീഡിയോസിലും എന്താണ് ബ്രാഹ്മണം, എന്താണ് ജൂതരം എന്നുള്ളത് ഒരു സിനിമയുടെ എക്സാമ്പിൾ വെച്ചിട്ട്, സിനിമ പ്രൊഡക്ഷൻ എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കാണുക. കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്നൊന്നും മനസ്സിലാവില്ല. നിങ്ങൾ ഈ വാക്കുകൾ കേട്ടിട്ട് ഇതൊക്കെ എന്തോ ആരുടെയെങ്കിലും സ്വന്തം വാക്കുകളാണെന്നോ നമ്മുടെ ട്രഡീഷനുള്ള വാക്കുകളാണെന്നോ ചിന്തിക്കേണ്ട. ഇത് യൂണിവേഴ്സൽ വാക്കുകളാണ്. ഇത് ആരുടെയും സ്വന്തമല്ല. അപ്പോൾ എന്താണ് വൈശ്യം എന്ന് പറഞ്ഞാൽ? ഓക്കെ, ഞാൻ സിനിമയുടെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ബ്രാഹ്മണം എന്ന് പറയുന്ന ആൾക്കാരെ കുറിച്ച് പറയുന്നു, ജൂതരന്മാരെ കുറിച്ച് പറയുന്നു. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. ബ്രാഹ്മണം എന്ന് പറഞ്ഞാൽ സ്ക്രീൻ പ്ലേ എഴുതുന്നത് മുതൽ അതിനെ ഫുള്ള് സിനിമയാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് അതിൻ്റെ എന്തൊക്കെ ചെയ്യണം, സ്ക്രിപ്റ്റ്, ഡയലോഗുകൾ, സീന്, ഷോട്ടുകൾ, ഇതെല്ലാം കൃത്യമായിട്ട് ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കി വെക്കുന്ന ആ മേഖലയുമായിട്ട് പ്രവർത്തിക്കുന്ന ആ ഏരിയനെ വിളിക്കുന്ന പേരാണ് ബ്രാഹ്മണം. അതിൽ ചെയ്യുന്ന ആൾക്കാർ, ആ സിനിമക്കകത്തുള്ള വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് അതിൻ്റെ അകത്ത് ആ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ബ്രാഹ്മണന്മാർ. ജൂതരന്മാരെന്ന് പറഞ്ഞാൽ ആരാണെന്ന് ഞാൻ പറഞ്ഞു. ഇതിനെ മെറ്റീരിയലൈസ് ചെയ്യുന്ന ആൾക്കാരാണ് ആക്ടേഴ്സ്, സിനിമാറ്റോഗ്രാഫേഴ്സ്, പിന്നെ കോസ്റ്റ്യൂം ഡിസൈനേഴ്സ്, ആർട്ട് ഡയറക്ടേഴ്സ്, മ്യൂസിക് കമ്പോസർ, വീഡിയോ എഡിറ്റേഴ്സ്. ഇങ്ങനെ ഇതിനെ മെറ്റീരിയലൈസ് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടതാണ് ജൂതരന്മാരെന്ന് പറഞ്ഞത്. ഇനി ഒരു വ്യവസ്ഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ വൈശ്യൻ ആരാണെന്ന്, ഒരു സിനിമയിലെ വൈശ്യൻ ആരായിരിക്കും നിങ്ങൾക്ക് ചിന്തിക്കാം. നിങ്ങൾ ഈ ചിത്രം നോക്കിയിട്ട് പറയാം ആരാണ് ഈ വൈശ്യൻ. ബ്രാഹ്മണനെയും ജൂതരനെയും ഒരുമിപ്പിച്ച് ബന്ധിപ്പിച്ച് നിർത്തുന്നത് ആരാണ്? അയാളാണ് ഇന്ന് നമ്മൾ വിളിക്കുന്ന സിനിമയിലെ ഡയറക്ടർ. മനസ്സിലായോ? വൈശ്യൻ എന്ന് പറഞ്ഞാൽ ഒരു സിനിമയിലെ ഡയറക്ടറാണ്. ഇനി എന്താണ് കാരണം എന്ന് പറഞ്ഞുതരാം. ഈ സ്ക്രിപ്റ്റും ഇതിൻ്റെ കംപ്ലീറ്റ് രൂപകൽപ്പന ഇതുണ്ടാക്കി. ഇനി ഇത് മെറ്റീരിയലൈസ് ചെയ്യണമെങ്കിൽ പല ഗുണങ്ങളിൽപ്പെട്ട ആൾക്കാരെ കൊണ്ടുവന്നിട്ടാണ് ഓരോന്നിനെയും കൃത്യമായിട്ടുള്ള അളവിൽ യോജിപ്പിച്ച് അതിനെ സിനിമയാക്കി മാറ്റുന്നത്. അതാരാ ചെയ്യേണ്ടത്? ഡയറക്ടറാണ് അത് ചെയ്യുക. അതായത് ബ്രാഹ്മണത്തിൽ നിന്ന് വരുന്ന രൂപരേഖയെടുത്ത് ജൂതരന്മാരെ കൊണ്ട് ഇതിനെ സിനിമ എന്ന് പറയുന്ന ഫൈനൽ ഔട്ട്പുട്ടാക്കി മാറ്റുന്നത് വൈശ്യനാണ്. അപ്പോൾ വൈശ്യൻ എന്ന് പറഞ്ഞാൽ ഈ 2 കാര്യങ്ങളെയും ബന്ധിപ്പിച്ച് നിർത്തുന്ന മൂന്നാമത്തെ പോയിന്റാണ്. അതായത് ഒരു സൈഡിൽ നിന്ന് രൂപകൽപ്പന മുഴുവൻ എടുത്ത് ഇപ്പുറത്ത് ജൂതന്മാരെ കൊണ്ട് അത് ചെയ്യിപ്പിച്ച് അതിനെ മെറ്റീരിയലൈസ് ചെയ്യിപ്പിക്കുന്ന കപ്പിത്താൻ എന്ന് പറയുന്ന വൈശ്യൻ എന്ന് പറയുന്ന ആളാണ് ഡയറക്ടർ. അതുകൊണ്ടാണ് സിനിമ ഡയറക്ടറുടേതാണെന്ന് പറയുന്നതിൻ്റെ കാരണം ഡയറക്ടറാണ് അവിടുത്തെ വിഷണറി. മനസ്സിലായോ? ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ആ വിഷനെയാണ് ഈ രൂപകൽപ്പനകളെ എടുത്ത് ഇപ്പുറത്ത് ഒരു ആക്ടർ വന്നിട്ട് അഭിനയിക്കുമ്പോൾ അത് ഇത്രയും മതി, അങ്ങനെ ഓരോ ആൾക്കാരുടെയും ഗുണങ്ങളെ എത്ര അളവിൽ എടുക്കണം, ഏതൊക്കെ ഷോട്ടുകളിൽ എടുക്കണം, എത്ര മ്യൂസിക് വേണം, വീഡിയോ എഡിറ്റിങ് ഏത് രീതിയിൽ, എത്ര അളവിലുള്ള രീതിയിലാണ് അത് എടുക്കേണ്ടത്, ഫൈനലൈസ് ചെയ്യേണ്ടത്. കോസ്റ്റ്യൂംസ് കണ്ടു കഴിഞ്ഞാൽ ഓക്കെ അത് കറക്റ്റാണോ ഇല്ലയോ, അത് എത്ര രീതിയിൽ വേണം. ആർട്ട് ഡയറക്ഷൻ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അത് അതിലെ എഴുതി വെച്ച ബ്ലൂ പ്രിൻറ്റുമായിട്ട് യോജിക്കുന്നുണ്ടോ. ഇതെല്ലാം കറക്റ്റായിട്ട് ഓരോ ആൾക്കാരുടെയും ഓരോ മേഖലയുടെയും ജൂതരന്മാരുടെ ഓരോ റോളുകളുണ്ട്. അതിൻ്റെ കറക്റ്റ് പ്രൊപ്പോർഷൻസിനെ എടുത്ത് അതിൽ ചെയ്യുന്ന ആൾക്കാരുടെ പ്രവൃത്തിയിൽ തന്നെ എത്ര അളവിലെടുക്കണമെന്ന് കൃത്യമായിട്ട് ബോധ്യമുള്ള ഒരാളായിരിക്കണം വൈശ്യൻ. അങ്ങനെ എടുത്ത് അയാളാണ് ഇതിനെ കൂട്ടിച്ചേർത്ത് നിർത്തുന്ന ആളാണ് വൈശ്യൻ എന്ന് പറയാം. പക്ഷേ വൈശ്യം ആണ് കറക്റ്റ്. ആ വിഷനുള്ള ആൾ അയാളാണ് സിനിമയിലെ വൈശ്യം അല്ലെങ്കിൽ വൈശ്യം എന്ന് പറയുന്ന റോള് ചെയ്യുന്നത് ഡയറക്ടറാണ്. ഡയറക്ടറുടെ സീറ്റിന് കൊടുക്കുന്ന പേരാണ് വൈശ്യൻ. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് സിനിമ എടുക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. ഇപ്പുറത്ത് എഴുത്തുകാരുടെ ആ സെക്ഷൻ ഉണ്ട്, ബ്ലൂ പ്രിൻ്റ് എല്ലാം റെഡിയാണ്. ഇപ്പുറത്ത് കാസ്റ്റിങ്ങിലൂടെ എല്ലാ ആൾക്കാരെയും സെറ്റ് ചെയ്തു. ഇനി ഇത് ചെയ്യുന്ന ആരാണ്? വൈശ്യനാണ്. വൈശ്യനുണ്ടെങ്കിലേ ഇത് നടക്കുള്ളൂ, മുമ്പോട്ട് പോകണ്ടേ. ഷൂട്ടിങ് നടത്തുന്നത് വൈശ്യനാണ്. അപ്പോൾ വൈശ്യൻ അവിടെ വരും. അപ്പോൾ വൈശ്യൻ്റെതാണ് സിനിമ. മനസ്സിലായോ? ഇതാണ് വൈശ്യം എന്ന് പറഞ്ഞത്. അപ്പോൾ സിനിമയുടെ എക്സാമ്പിൾ ഞാൻ വെക്കുമ്പോൾ ഇതേ സ്ട്രക്ചർ തന്നെയാണ് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാലും ഇതേ സ്ട്രക്ചർ ഇവിടെ ഉണ്ടാവും. ഇനി നമ്മൾ വേറെ ഏത് മേഖല, സൃഷ്ടി മേഖല, ഒരു വ്യവസ്ഥയിലൂടെ പുതിയൊരു സൃഷ്ടി ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ പല ഗുണങ്ങളുള്ള ആൾക്കാരെ ചേർത്ത് പുതിയൊരു ഗുണത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യവസ്ഥ ഉണ്ടാക്കുമ്പോൾ അതിൽ ബ്രാഹ്മണ ഏരിയ ഉണ്ടാവും, ജൂതർ ഏരിയ ഉണ്ടാവും. ഇനി വൈശ്യനാണ്
ഇപ്പുറത്ത് നിന്ന് ഇതെടുത്ത് ഇപ്പുറത്ത് ഇവരെ കൊണ്ട് കറക്റ്റ് അളവിൽ ചേർത്ത് അതിനെ ഇതാക്കി മാറ്റുന്നത്. ആ വിഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന ആൾ. ഇപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ ഫീൽഡിൽ എടുത്തു കഴിഞ്ഞാൽ പ്രോഗ്രാമേഴ്സ്, ടെസ്റ്റേഴ്സ്, UI ഡിസൈനേഴ്സ്, UX ഡിസൈനേഴ്സ് ഇവരെല്ലാവരും ജൂതരന്മാരാണ്. മനസ്സിലായോ? അപ്പോൾ അപ്പുറത്ത് ഇതിൻ്റെ ആർക്കിടൈപ്പും അതിൻ്റെ അൽഗോരിതം ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് പിന്നെ നേരെ ജൂതരന്മാരുടെ ഇടയിൽ ആ ജൂതരന്മാരിലോട്ട് പോകണം. പക്ഷേ ഇവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഓരോ ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു വള്ളി ഉണ്ടാവും. അയാളുടെ വിഷനിലാണ് ഇത് പോകേണ്ടത്. അല്ലെങ്കിൽ മറ്റവർ അവരുടെ തോന്നുന്ന രീതിയിൽ ചെയ്തു പോകും. മനസ്സിലായോ? ഇതാണ് വൈശ്യൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് നമ്മൾ ചാതുർവർണ്ണയത്തിലെ വൈശ്യം എന്നും വൈശ്യം എന്നും പറഞ്ഞ് വിളിക്കുന്നത്. യഥാർത്ഥത്തിൽ വൈശ്യം എന്ന് പറയുന്നതിന് അർത്ഥം വേറെയാണ്. വൈശ്യമാണ് കറക്റ്റ്. അതിനെ ചെയ്ത് നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിനെയും ബാലൻസ് ചെയ്ത് നിർത്തി, മനസ്സിലായോ, ഇങ്ങനെ നിർത്തുന്ന ആളാണ്. അയാളുടെയാണ് സിനിമ എന്ന് പറയുന്നത്. അയാളുടെ മനസ്സിലാണ് ആ വിഷൻ ഇരിക്കുന്നത്. അപ്പുറത്തിരിക്കുന്ന സാധനം കേട്ട് ഇപ്പുറത്ത് ഇവരെ കൊണ്ട് കൃത്യമായിട്ട് ഇത് ചെയ്യിപ്പിച്ച് ആ ഫൈനൽ പ്രൊഡക്റ്റ് നേരെ കൊണ്ടുപോയി ജനങ്ങളുടെ മുമ്പിലോട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു ക്ലയൻ്റ് ആണെങ്കിൽ ക്ലയൻറ്റിനോട്ട് കൊടുക്കുകയോ ചെയ്യുന്ന ആൾ അയാളാണ്. അയാളുടെ വിഷനാണ് അവിടെ നടക്കുന്നത്. അയാളാണ് അതിനെ അറിയേണ്ടത് എത്ര കൃത്യമായിട്ട് നടക്കണം. അത് പ്രത്യേകിച്ച് ഇപ്പോൾ സോഫ്റ്റ്വെയർ ഫീൽഡെന്ന് മാത്രമല്ല, സിനിമയെന്ന് മാത്രമല്ല, ഇപ്പോൾ ഒരു സിംഫണി അവതരിപ്പിക്കണമെന്ന് വിചാരിക്കും. ഏറ്റവും വലിയ ഒരു വ്യവസ്ഥയാണ് സിംഫണി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ. അവിടെ ഓൾറെഡി കമ്പോസർ ഉണ്ടാവും, പിന്നെ അത് കോപ്പി റൈറ്റേഴ്സ് ഉണ്ടാവും, അങ്ങനെ കുറേ ആൾക്കാരുണ്ടാവും, സ്കോർ റൈറ്റേഴ്സ്. ഇതിനെല്ലാം ഡിവൈഡ് ചെയ്ത് ഇതെല്ലാ പെർഫോമൻസിന് വേണ്ടി കൊടുക്കുന്ന ആൾക്കാർ നൊട്ടേഷൻ ആക്കിയിട്ട്. എന്നിട്ട് ഈ പെർഫോമേഴ്സ് ഉണ്ട്, അവരാണ് ജൂതരന്മാർ. ഇതിന് രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു കണ്ടക്ടർ എന്ന് പറഞ്ഞ ആളാണ്. കണ്ടക്ടറാണ് ഒരു സിംഫണി മ്യൂസിക് എടുത്തു കഴിഞ്ഞാൽ അതിലെ വൈശ്യൻ എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? അപ്പോൾ എല്ലാ മേഖലയിലും വൈശ്യൻ വേണം. വൈശ്യനാണ് ആ വിഷൻ കാണുന്നത്. ഇവിടെ ഇരിക്കുന്ന ആ ബ്ലൂ പ്രിൻറ്റിനെ മെറ്റീരിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇങ്ങനത്തെ ഒരു മനോഹരമായ പ്രൊഡക്റ്റായി മാറും എന്ന് പറയുന്ന ആ വിഷനുള്ള ഒരാൾക്ക് മാത്രമേ വൈശ്യനാകാൻ പറ്റൂ. ഇതാണ് വൈശ്യം എന്ന് പറയുന്നത്.